നമ്മൾ കുട്ടികൾക്ക് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, എവിടെ നോ പറയണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും നോ പറയാലും മാത്രമല്ല ഇനി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. അത് ഈ പ്രതികരണം എന്നുള്ളത് വെറും വാക്കുകളിൽ ഒതുക്കരുത്, പ്രവൃത്തിയിലൂടെയാണ്. സെൽഫ് ഡിഫെൻസും കാര്യങ്ങളാണ്. ഒരു വയലൻസ് കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ പൊതുവെ കാര്യങ്ങൾ കാണുന്നത്, ഒരു വയലൻസ് നമ്മൾ കേൾക്കുമ്പോൾ അത് എനിക്കല്ലല്ലോ, അവിടെയല്ലേ, ആ സ്ഥലത്തല്ലേ, ഇവിടെ അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമുക്കല്ലല്ലോ, നാളെ എനിക്കും വരാം, എൻ്റെ കൂടെ ഉള്ളവർക്കും വരാം. ആ ഒരു രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആ വയലൻസ് അവിടെ നിർത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ പ്രതികരിക്കും. പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇനി ആ കുട്ടി എത്ര ഡിഫൻസും കാര്യങ്ങളും ചെയ്താൽ പോലും ചിലപ്പോൾ ആ കുട്ടി എന്തിനെങ്കിലും ഒരു വിക്ടിം ആവാറുണ്ട്. ആ പൊതുവേ ഉണ്ടാവുക വിക്ടിമിനെ ബ്ലെയിം ചെയ്യുക. ആ ഡ്രസ്സ് നീ ഇടാൻ പാടില്ലായിരുന്നു, ഈ സമയത്ത് ഇനി പുറത്ത് പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് നിനക്കിത് വന്നത്. വരാനുള്ളത് എവിടെയും വഴി തങ്ങില്ല, നമുക്ക് വന്നിരിക്കും. അത് നമ്മൾ എത്ര അവിടെ കടന്ന് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം സൊസൈറ്റിയിൽ നിന്ന് അവരെ വേണ്ട, പ്യൂരിറ്റി നഷ്ടപ്പെട്ട ഒരാളാണ് എന്ന രീതിയിൽ ഒറ്റപ്പെടുത്തുമ്പോഴാണ് കാര്യങ്ങളൊന്നും കൂടി തിരിച്ച് മറിഞ്ഞ് ഡേഞ്ചർ ആവുന്നത്. അവരെ സൊസൈറ്റിയിൽ കൂടെ ചേർത്ത് പിടിച്ച് അവർക്കൊരു വേ ഒരുക്കി കൊടുക്കുക, എങ്ങനെ അതിൽ നിന്നൊക്കെ ആ ട്രോമാറ്റിക് ഇവൻറ്റ്സിൽ നിന്ന് റിക്കവർ ആവണം. ഏതൊരു വയലൻസിന് വിക്റ്റമായ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണം എന്ന് തോന്നുന്നത് ഒരു സപ്പോർട്ടും സ്നേഹവും കാര്യങ്ങളാണ്. ബോയ്സ് സേഫ് അല്ലാത്ത ജനറേഷനിൽ ഗേൾസിൻ്റെ സേഫ്റ്റീനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വാക്കുകളിലൂടെ മാത്രം നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറേഷനിൽ ജീവിച്ചു പോകാൻ കഴിയില്ല.